ഹായ് ഹലോ എവരി വൺ. ഞാൻ ഗൂഗിൾ സുരേന്ദ്രൻ. വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 19 മാസം ഉണ്ടായി. കറക്റ്റ് പറഞ്ഞാൽ ലാസ്റ്റ് മെയ് 2023 ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത്. എന്താണ് ഇതുവരെ ഈ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാത്തത്, ഇനി ഈ ചാനലിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് ആരും ചോദിച്ചൊന്നുമല്ല, പറഞ്ഞല്ലോ ഇനി ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഈ ചാനലിൽ. സോ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ ചാനലിൽ പൊതുവേ ഈ സ്മാർട്ട് ഫോൺ ടെക്നിക്കൽ വീഡിയോസ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ടെക് ന്യൂസുകൾ, ഇതൊക്കെ കേട്ടോണ്ടിരുന്നത്. ഞാൻ 4-5 വർഷമായിട്ട് ഹാർഡ്വെയർ ടെക്നീഷ്യനായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ടെക്നീഷ്യനും സെയിൽസ് പേഴ്സണൊക്കെ ആയിരുന്നു. ബെഹറിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ നാളിട്ടൊരാഗ്രഹമാണ് വേറെ എന്തെങ്കിലും ചെയ്യണം, വേറെ എന്തെങ്കിലും പഠിക്കണം, ഇങ്ങനെ നിന്നാൽ പോരാന്നൊക്കെ. അപ്പോൾ പണ്ട് തൊട്ടേ ഗെയിമിങ് ഭയങ്കര ഇഷ്ടമാണ്, ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈനിൽ പോയി പല വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി, കുറച്ച് പഠിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ബ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങളും കണ്ടു കാണും മിക്കവാറും. അതിൽ നിഖിൽ കിളിവാൽ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. നിഖിൽ സാറ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു നമുക്കും പഠിക്കാൻ പറ്റും പ്രോഗ്രാമിംഗ് എന്ന്. ഞാൻ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി, പഠിച്ചു കുറേ. പുള്ളിയുടെ ബേസിക് വീഡിയോ, കോഡിങ് വീഡിയോ കണ്ടു, കുറച്ച് കോൺഫിഡൻ്റായി ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഓർത്തു ജോബ് ക്വിറ്റ് ചെയ്യാം, നാട്ടിൽ പോവാം, ബ്രോ ക്യാമ്പ് ജോയിൻ ചെയ്യാം, പഠിക്കാം. സോ വൈഫിനോട് ചോദിച്ചു, വൈഫ് സമ്മതിച്ചു. ഞാൻ ആദ്യം പ്രതീക്ഷിച്ച് പുള്ളിക്കാർ കുറച്ച് ബഹളം വയ്ക്കും, പിന്നെ സമ്മതിക്കുമായിരിക്കും. പക്ഷേ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആദ്യമേ സമ്മതിച്ചു. താങ്ക് യു ഡിയർ ഫോർ ദാറ്റ്. എൻ്റെ ഫാമിലി, പുള്ളിക്കാരുടെ ഫാമിലി എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. സോ ഡിസംബറിലൂടെ ഞാൻ ജോബ് ക്വിറ്റ് ചെയ്ത് നാട്ടിൽ വന്നു. മാർച്ച് ആയപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു, ബ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്തു, എറണാകുളം ഹബ്ബിൽ. അവിടെ ആയിരുന്നു പഠിച്ചത്. ഒരു 3-4 മാസം അവിടെ തന്നെ നിന്ന് പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ കാരണം ഞാൻ പിന്നെ റിമോട്ടിലോട്ട് മാറി. ഇപ്പോൾ റിമോട്ടിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ 27ാമത്തെ ആഴ്ചയാണ്. ഗെയിം ഡെവലപ്പേഴ്സ്, യൂണിറ്റി ഗെയിം ഡെവലപ്പേഴ്സിന് അവിടെ 33 ആഴ്ച കോഴ്സാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ കോഴ്സ് തീരാറായി. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ചാനൽ ചുമ്മാ അടക്കമാണ്, ഇതിൽ വീഡിയോസൊന്നും ഇടാറില്ല. അപ്പോൾ ഇനി തൊട്ട് ഗെയിം ഡെവലപ്മെൻറ്റും ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പേർട്ടായൊരു ഗെയിം ഡെവലപ്പറാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 6-7 ഗെയിംസൊക്കെ 6 ഗെയിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതുവരെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് itch.ioയിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. താഴെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. ചെറിയ 3 ഗെയിംസാണ്. പിന്നെ ഞാൻ ഗെയിം ജാംസിൽ പങ്കെടുക്കാറുണ്ട്. ലാസ്റ്റ് നടന്ന GMTK ഗെയിം ജാമിൽ ഞാൻ പങ്കെടുത്തായിരുന്നു, ഗെയിം ഉണ്ടാക്കിയായിരുന്നു. അതും ഈ പറഞ്ഞ ലിങ്കിൽ കാണും. അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഈ ചാനൽ വീണ്ടും റിവൈവ് ചെയ്ത് ഗെയിം ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഇട്ടുകൂടാ മലയാളത്തിൽ, ആർക്കെങ്കിലൊക്കെ ഹെൽപ്പാവുമെന്ന് തോന്നി. ഞാൻ വിശ്വസിക്കുന്ന സംഭവമുണ്ട്, നമുക്കൊരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നമ്മൾ നന്നായിട്ട് പഠിക്കും. സോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ചാനൽ ഇനി മുതൽ വീഡിയോസ് വരാൻ പോകുന്നത്. ബേസിക്കലി യൂണിറ്റി ഗെയിം ഡെവലപ്മെൻറ്റ് വീഡിയോസ് ആയിരിക്കും. അൺറിയലിൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അൺറിയൽ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓടില്ല, അതുകൊണ്ടാണ്. സോ യൂണിറ്റി ബേസ് ആയിട്ടുള്ള ഗെയിം ഡെവലപ്മെൻറ്റ് വീഡിയോസും C# ഡെവലപ്മെൻറ്റ് സംഭവങ്ങളൊക്കെയാണ് ഇനി തൊട്ട് ഈ ചാനൽ ഉണ്ടാകാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെൻറ്റും ഗെയിമിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഇനി മുതൽ ഈ ചാനൽ ഉണ്ടാകാൻ പോകുന്നത്. പണ്ട് വലിയ ആഗ്രഹമായിരുന്നു, പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഗെയിം ഉണ്ടാക്കണം, ഗെയിംസ് മറ്റുള്ളവരെ കൊണ്ട് കളിപ്പിക്കണം, അങ്ങനെയൊക്കെ. അന്ന് പലരും പറഞ്ഞു എന്നോട്, ഭയങ്കര പാടാണ്, ഭയങ്കര കണക്ക് വേണം, ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ്, പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ഞാനും അതൊക്കെ കേട്ട് പേടിച്ച്, സത്യം പറയാം. നമുക്ക് കണക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാനും വിട്ട ഒരു കേസായിരുന്നു ഗെയിം ഡെവലപ്മെൻറ്റ് പണ്ട്. ഇന്ന് ഓർക്കുമ്പോൾ തോന്നുന്നു അന്നേ പഠിക്കേണ്ടതായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ അക്കരെ പടത്തിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, ഇതായിരിക്കും അതിൻ്റെ സമയം. എനിവേസ്, അതാണ് വീഡിയോ. ഇനി മുതൽ ഈ ചാനലിൽ പറ്റിയ എല്ലാ ആഴ്ചയും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരിക്കും, ഗെയിം ഡെവലപ്മെൻറ്റോട്ട് ബേസ് ചെയ്ത്. തിരക്കുണ്ട്, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, വർക്കുണ്ട്, പ്രൊജക്റ്റ് ഉണ്ട് ചെയ്യാൻ. അതിനിടയ്ക്കാണ് ഞാൻ അത് ചെയ്യുന്നത്. സോ മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടമെങ്കിൽ
ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേസ് അത്രയേ ഉള്ളൂ സംഭവം. താങ്ക്സ് ഫോർ വാച്ചിങ് സോ ഫാർ. ഗുഡ് ബൈ. സീ യു നെക്സ്റ്റ് വീക്ക്.